അപ്പോൾ എല്ലാവർക്കും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വിഷു ദിനാശംസകൾ. വിഷു കഴിഞ്ഞു എന്നറിയാം, എന്നിരുന്നാൽ പോലും എല്ലാവർക്കും വിഷു ആശംസകൾ. ദെൻ എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ദെൻ ഇന്നിപ്പോൾ വിഷു സ്പെഷ്യലാണ് വീഡിയോ. വിഷുവിൻ്റെ ദിവസത്തെ എൻ്റെ കുഞ്ഞ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. സോ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്ന് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുള്ളൂ. സോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ എണീറ്റ് ഞാൻ ഇന്നലെ രാത്രി തന്നെ കണിക്കുള്ളതൊക്കെ ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയേട്ടൻ വന്ന സമയത്ത് ഉണ്ണിയേട്ടനാണ് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെ 3 പേരെയും കണി കാണിച്ചത്. പിന്നെ പുതിയൊരു ശീലം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ കുറേ ഉണ്ടിയാപ്പെട്ടി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം എൻ്റെ മനസ്സിൽ വിചാരിച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ഉണ്ടിയാപ്പെട്ടി തുടങ്ങണം. ഞാനത് മീഷോന്ന് മേടിച്ചതാണ്. ദെൻ ഇതാണ് എൻ്റെ വിഷുക്കണി. ഞാൻ കുഞ്ഞൊരു ഈ പ്രാവശ്യം ഒരുപാട് ആർഭാടമൊന്നും ചെയ്യാനും പറ്റിയില്ല. സോ കുഞ്ഞൊരു വിഷുക്കണി തന്നെ കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ദെൻ പിന്നെ ഉണ്ണിയേട്ടൻ ഓരോരുത്തരായിട്ട് എണീപ്പിച്ച് കൊണ്ടുവന്നു. ആദ്യം നിധിനെ വിളിച്ചതല്ല കേട്ടോ, നിധി ചാടിപ്പിടഞ്ഞ് എണീറ്റു. അച്ഛൻ്റെ സംസാരം കേട്ടപ്പോഴേക്കും ചാടിപ്പിടഞ്ഞ് എണീറ്റ് നിധിനെ കൊണ്ട് ആദ്യം വിഷു കണി കാണിപ്പിച്ചു. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ദേവയ്ക്ക് വിഷു എന്ന് പറയുമ്പോൾ പേടിയാണ്, കാരണം ദേവയ്ക്ക് പൊതുവെ പടക്കം പേടിയാണ്. അപ്പോൾ വിഷു വരുമ്പോൾ പടക്കം പൊട്ടിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ചെക്കന് പടക്കം ഭയങ്കര പേടിയാണ്. പടക്കം കൂടെ പൊട്ടിക്കുമ്പോൾ പറക്കും വെച്ചാൽ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പറക്കണ പോലെ ആൾ പറക്കും. സോ വിഷു കഴിഞ്ഞിട്ടൊക്കെ 2 പേർക്കും കൊടുത്ത് എന്താ പറയുക, വിഷുക്കണിയൊക്കെ നല്ല രീതിക്ക് കണ്ട് നല്ല ഹാപ്പി ആയിട്ടാണ് അവർ സെറ്റായിരുന്നത് കേട്ടോ. കൈനീട്ടം ഓരോരുത്തരായിട്ട് മേടിക്കാനായിട്ട് കുഞ്ഞ് എമൗണ്ട് ആയാലും ഈവൻ 1 രൂപയായാലും നമുക്ക് കൈനീട്ടം കിട്ടുമ്പോൾ അതൊരു വേറൊരു സന്തോഷമാണ് കേട്ടോ. എനിക്കും ഉണ്ണിയേൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടുമ്പോൾ ഭയങ്കര നല്ലതാണ്. മീൻസ് എന്താ പറയുക, നമുക്ക് ആ ഒരു വർഷം മൊത്തം നല്ലതാണെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം അശ്വതി നാളുകാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിച്ചാൽ നല്ലതാണെന്ന് പറയാം. ഉണ്ണിയേൻ്റെ നാളെ അശ്വതിയാണ് കേട്ടോ. സോ 2 പേര് കൈനീട്ടമൊക്കെ മേടിച്ച്, 2 അല്ല കേട്ടോ 3 പേര് കൈനീട്ടമൊക്കെ മേടിച്ച് നല്ല ചുത്തുമണി സുന്ദരിമണികളൊക്കെ ആയി ഞങ്ങൾ അടിപൊളിയായിട്ട് അങ്ങനെ വിഷു കണി കണ്ട് നിങ്ങളെല്ലാവരും വിഷുക്കണി നല്ല എന്താ പറയുക സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പട്ടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു എന്നാണ് ഞാനും വിശ്വസിക്കണേ. സോ എൻ്റെ കുഞ്ഞു കുടുംബത്തിലത്തെ ചെറിയൊരു വിഷു ആഘോഷം അത് മാത്രമാണ് കേട്ടോ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ദെൻ ഞങ്ങൾ പിന്നെ ഈ ഉണ്ടിയാപ്പെട്ടിയിൽ കിട്ടിയ പൈസ 2 പേരെ കൊണ്ട് ഇങ്ങനെ ഇടിക്കുകയാണ്. ഞാനല്ല, ഉണ്ണിയേട്ടൻ ഇടിക്കുന്നതാണ്. ഇപ്പോൾ ഉണ്ണിയേട്ടൻ കൈനീട്ടം കൊടുത്ത പൈസ, ഞാൻ കൈനീട്ടം കൊടുത്ത പൈസ, അതൊക്കെ ഉണ്ടിയാപ്പെട്ടിയിൽ ഇടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. Happy Vishu! Happy Vishu! Yay! Happy Vishu! Happy Vishu ദേവാ! Happy Vishu! പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് തറവാട്ട് വെച്ചിട്ടായിരുന്നു. രാവിലേക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ഗോപാലകൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തേക്ക് പോകണമെന്ന് വെച്ചു. അപ്പം ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ, ജുബ്ബ കുർത്ത, ഉണ്ണിയേട്ടനും ദേവയും കുർത്തയായിരുന്നു. പിന്നെ നിധി പട്ടുപാവാട, പിന്നെ ഞാൻ ഒരു സാധാ ഒരു കുർത്ത, എന്നിട്ട് പറയാം അനാർക്കലി മോഡൽ ചുരിദാറായിരുന്നു. ദേവയുടെ ഉമ്മർത്ത പല്ലുകൾ 1 2 3 4 5 പോയിരിക്കണേ. അതുകൊണ്ട് ചെക്കന് ഈ അടുത്ത് വെച്ച് 2 ദിവസമായിട്ടുള്ള പല്ലെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വേദന ഉണ്ട്. അതാണ് ആളിങ്ങനെ വായ ഇങ്ങനെ തുറന്നിരിക്കുന്നത്. ചിരിക്കാനൊക്കെ പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവന്. ദെൻ ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. വന്നിട്ട് നല്ല രസമായിരുന്നു. നിധിയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും അടിച്ചത് ടെസ്മിയാണ്. സോ അടിപൊളിയായിട്ട് എവിടേക്ക് പിന്നെ ഞങ്ങൾ പോകുന്ന തിരക്കിലാണ് കേട്ടോ. ഞാനിപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ഈ സിറ്റ് ഔട്ട്. ആക്ച്വലി സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗം ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ പിന്നെ കുറേ കാടും പടലൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഞങ്ങൾ തറവാട്ടിക്ക് പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വെച്ച വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് വീട്ടിലേക്ക് കേട്ടോ. ഏത് കുളത്തില്? നീ സത്താർക്കോട് ഹാപ്പി വിഷു പറ. അങ്ങോട്ടുണ്ട് കുഞ്ഞൂസേ. ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മണക്കുളങ്ങര അമ്പലം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത അമ്പലമാണ് കുഞ്ഞീഷ്ണൻ്റെ അമ്പലമാണ്. സോ ഗോപാലകൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി. നിധിയുടെ ഡ്രസ്സ് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, അതിൻ്റെ ബ്ലൗസായിട്ട് അടിച്ചത്. അത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോഴേക്കും ചെക്കൻ്റെ ഡ്രസ്സ് ചെറുതായിട്ട് പാൻറ്റ് ഇച്ചിരി ലൂസ് ഉണ്ടായിരുന്നു, കെട്ടിക്കൊടുത്തു. പിന്നെ അവനും അച്ഛനും മോളും കൂടിയിട്ട് ഇങ്ങനെ നടന്ന്, കാരണം എപ്പോഴെങ്കിലും അല്ല ഇങ്ങനെ ഒരുമിച്ച് കിട്ടുക.
ഇങ്ങനെ വിഷുവൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതന്നെ ലീവ് ഉണ്ണിയാണ് കിട്ടിയിരുന്നില്ല. കൈയും കാലും പിടിച്ചിട്ടാണ് ഈ പ്രാവശ്യം തന്നെ വിഷുവിന് ലീവ് തന്നെ കിട്ടിയത്. സോ ദേവ എൻ്റെ കൂടെയാണ്. ദേവ അമ്മക്കുട്ടി ആയതുകൊണ്ട് എന്നെ ഒട്ടിപ്പെട്ടി നടക്കുകയുള്ളൂ. അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കി നടക്കായിരുന്നു. എന്താ അമ്മ വരാത്ത. പിന്നെ ക്യാമറ കണ്ടപ്പോൾ ആൾക്ക് ഇത്തിരി സമാധാനമായി. കണ്ടോ, ഇതാണ് അവസ്ഥ. ഞാൻ വന്നില്ലെങ്കിൽ കുട്ടിയുടെ ജീവൻ പോവും. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്താ അമ്മ വരാത്തേന്ന്. ദെൻ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ സൂപ്പറായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. നന്നായി പ്രാർത്ഥിച്ചു. ഞാൻ ഈ അമ്പലത്തിൽ മീൻസ് എൻ്റെ ഡാൻസ് മോഹിനിയാട്ടം ഉണ്ടായിരുന്നില്ല, അത് ഇവിടെയായിരുന്നു. പക്ഷേ ഞാൻ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അതിപ്പോൾ എന്തായാലും സാധിച്ചു. സന്തോഷമായി എനിക്ക്. ഞാൻ കുറേ നാളായി ഗുരുവായൂരല്ലെങ്കിൽ വിഷുവിന് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുന്നൊരു വേറൊരു വൈബാണ്. അപ്പോൾ അതേപോലെ ഒരു സമൃദ്ധിയൊക്കെ ഉണ്ട്, ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ അമ്പലത്തിൽ പോയപ്പോൾ. ഞങ്ങൾ തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കൈനീട്ടമൊക്കെ കിട്ടിയിട്ടാ. ഞങ്ങൾ പിന്നെ തിരിച്ച് നടന്ന് അവിടെ നിന്ന്, കാരണം ആ അമ്പലം ഭയങ്കര ഭംഗിയാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ കുറച്ചും കൂടി വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഭംഗിയാണ്. അപ്പോൾ നിധിക്ക് ഭയങ്കര മടി. നിധീനെ ഉപ്പഞ്ചാക്ക് കയറ്റണ പോലെ കയറ്റണമെന്ന്. അപ്പം ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വാശി പിടിക്കുകയാണ്, അച്ഛൻ എന്നെ എടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവിടെ നടക്കണത്. സോ ഇത് കണ്ടോ, നമ്മളിപ്പോൾ പോയ അമ്പലമാണ് കേട്ടോ. അത് 2 കനാലിൻ്റെ നടുക്കിലാണ് ഈ അമ്പലം വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല രസമായിരുന്നു. ഗ്രാമപ്രദേശത്തിലെ ഏറ്റവും ഭംഗി നിറഞ്ഞൊരു ഭാഗമാണ് കേട്ടോ ആ ഭാഗം. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ അമ്മ ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇഡ്ഡലിയും ചട്നിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ച് പോകുന്നത്. ദെൻ ഇവിടെ ഈ പ്രാവശ്യം കണി വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് കണി വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ട് വില ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. പിന്നെ ഞാൻ കുറച്ച് വീടിൻ്റെ ചുറ്റുപുറം നമ്മുടെ കാറ്റ്സ് ക്ലോയും പിന്നെ മാങ്ങയും അതൊക്കെ എടുത്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉല്ലസിച്ച് നടന്നു. താഴെ മണ്ണിൽ മുട്ടിക്കിടക്കുന്ന, മണ്ണോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന മാങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നിലത്തുനിന്ന് പൊന്തി വരുന്ന മാങ്ങ, നിലത്ത് താഴേന്ന് മുളയ്ക്കുന്ന ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തിക്കൊണ്ട് നടക്കുമായിരുന്നു. അവിടെ ഓടി കളിക്കാൻ ഒരു പറക്കട്ടോണം സ്ഥലമുണ്ട്, അതുകൊണ്ട് അവർ ആസ്വദിച്ച് നടക്കുമായിരുന്നു. നിധി മറ്റെന്താ പറയുക, നിധിയുടെ ഡ്രസ്സ് എല്ലാവരും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് കണ്ടോ. പിന്നെ ഞങ്ങൾ അവിടെ തൊട്ട് താഴെ തന്നെ ഉണ്ണിയുടെ തറവാടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി. സോ അവിടെ ഞാൻ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഈ വീട്. അവിടെ പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടല്ലോ ഈ പറമ്പിലൊക്കെ ഇങ്ങനെ, ഇതിന് ഞങ്ങൾ ജൂൺ മാസപ്പൂ എന്ന് പറയും. ഇപ്പം മെയ് മാസപ്പൂ എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്, കാരണം ഇത് ഏപ്രിലായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അവിടെ ജൂണിലാണ് ഈ സാധനം ഉണ്ടാവുക, മഴ പെയ്യുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ ഈ പ്രാവശ്യം നേരത്തെ ആയതുകൊണ്ടായിരിക്കണം ഞങ്ങളുടെ അവിടെ ജൂൺ മാസപ്പൂ എന്ന് പറയുക അതിനെ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. ദെൻ ഇതാണ് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ടിട്ട്. ദെൻ എനിക്ക് ഭയങ്കര കാരണം ഞാൻ മുകളിലേക്ക് ഇങ്ങനെ പോയിട്ട് പഴയ കാല വീടാണ്, തട്ടൊക്കെ ഇട്ടിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കിണറിലൊക്കെ നിറയെ വെള്ളം ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, ചുറ്റുപുറം മൊത്തം പറമ്പും, നല്ല രസം കാണാനായിട്ട്. അമ്മായിക്ക് എന്താ അമ്മായി ഒന്നും വരല്ലേ. കിടന്ന് ഉരുളുണ്ടല്ലോ. ചിത്തിര നക്ഷത്രക്കാർക്ക് നല്ലതല്ല അത്ര വിഷു ഫലത്തിലേ. പേടിയപ്പോ ഈ കുട്ടി ഒരു സ്ഥലത്ത് ഇരിക്കൂലേ. വരൂ അമ്മായി, വരൂ ഇങ്ങോട്ട് വരൂ. ഇവിടെ അതൊക്കെ വരും. ചെലടി വിഷുവാണ്. ഹാപ്പി വിഷു എല്ലാവർക്കും. അങ്ങോട്ട് നോക്ക്, ചിരിക്കും. ഹായ് ദേവ വേട വാടാ, നോക്ക് വരുന്നുണ്ട്, നോക്ക്. പടക്കല്ലിട്ട് തമാശ കളിക്കല്ലേ, എന്നിട്ടാ വന്നു ചൂടും.
കൈ കൊള്ളണ്ടേട്ടാ ദേവ പറമ്പിക്ക് കൂട്ടി. അങ്ങോട്ട് നീക്കി വെക്കിട്ടാ. ആ അവിടെ ഇട്ടോ അവിടെ ഇട്ടോ. ആ ഇതുമ്മ വെച്ചോ, ആ കല്ലുമ്മ വെച്ചോ. ഇങ്ങോട്ട് വേഗം പോരെ. എറി എറി എറി. രണ്ടെണ്ണം എടുക്ക. എറി. സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും രാവിലത്തെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തെ ഭക്ഷണമൊന്നും കഴിച്ച് കാണിച്ചില്ലല്ലോ എന്ന്. ആക്ച്വലി ഞാൻ പീരിയഡ് ഡേറ്റ് ആയിരുന്നു, പക്ഷേ എനിക്ക് പീരിയഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അമ്പലത്തിൽ പോയി തിരിച്ച് വന്ന് കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എണീറ്റപ്പോഴേക്കും ഞാൻ പീരിയഡ്സ് ആയി. അപ്പോൾ എനിക്ക് നല്ല തണ്ടൽ കിടപ്പായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റ് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഈ പടക്കൊക്കെ പൊട്ടിച്ചിട്ട് വൈകുന്നേരമായി. ഹാപ്പി വിഷു പറ. ഹാപ്പി ഹാപ്പി വിഷു ഹാപ്പി വിഷു. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു എന്തായാലും അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ എവിടേക്കും പോകാനൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് പാലക്കാട് വരെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഉണ്ണിയേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ലീവിനല്ല വന്നേ. അപ്പോൾ നമുക്ക് മറ്റേ ആലപ്പുഴ ജിംഖാന സിനിമയില്ലേ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി കണ്ടു. നിധിയുടെയും ദേവയുടെയും രണ്ടാമത്തെ വിഷുക്കോടിയായിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളറ്, നല്ല നിൽക്കുന്ന പോലത്തെ ഓർഡർ ചെയ്താണ്. സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ഡ്രസ്സ് വന്നിട്ട്. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. ഇപ്പോഴല്ല, ഞാനതൊരു കൺഫേം ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ. സോ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് എത്തി. സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പാണ് അവർക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഓടിയാൽ മതി കേട്ടോ. ചറ പറ കിടന്ന് ഓടുമായിരുന്നു രണ്ടെണ്ണം കൂടിയിട്ട്. കുറുകൻ്റെ കണ്ണപ്പോഴും കോഴിക്കുട്ടിലാന്ന് പറഞ്ഞ പോലെ രണ്ടെണ്ണത്തിനും കണ്ണ് മറ്റേ പോപ്കോൺ ഉണ്ടാക്കണേൻ്റെ അവിടേക്ക് ആയിരുന്നു കേട്ടോ. ദേവങ്ങടേക്ക് കേറിയിരിക്കേ. നിധിയുടെ ഡ്രസ്സ് നോക്ക്, രണ്ടുപേരും പുള്ളി. ശരി നിധി നിധി അമ്മയ്ക്ക് തരുമോ? താങ്ക് യു. ഇത്രയുള്ള വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.